നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി തീർച്ചയായും ഉപകരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് പറയാം. അപ്പോൾ ഈ വീഡിയോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർ മാത്രം കണ്ടാൽ മതിയല്ലോ എന്നാരും ചിന്തിക്കേണ്ട. ഇത് പൊതുവായിട്ട് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനെ ഉപയോഗിക്കാത്തവരോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലോ ഒക്കെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം ചെയ്ത വീഡിയോ കണ്ടവർക്ക് തോന്നും എന്തിനാ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന്. വീഡിയോ ചെയ്യാൻ കാരണമുണ്ട്. ആ കാരണം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയാം. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കോട്ടെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കാതെ നിങ്ങൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും വെറുതെ 2000 രൂപയോ അതിന് മുകളിലോ അല്ലെങ്കിൽ 1000 രൂപയുടെയും 2000 രൂപയുടെ ഇടയിലൊക്കെയുള്ള ഒരു കാശ് ഇറങ്ങിപ്പോകും. ഓരോ വാഷിംഗ് മെഷീനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ചിലവ്. എന്തായാലും നല്ലൊരു കാശ് ഇറങ്ങിപ്പോകും വെറുതെ ഒരു കാര്യമില്ലാതെ നമ്മുടെ അശ്രദ്ധ കൊണ്ട്. വീഡിയോ വെറുതെ വലിച്ചു നീട്ടുവാണെന്ന് ആരും വിചാരിക്കേണ്ട. ഈ കാര്യമൊക്കെ പറഞ്ഞാലേ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ. പിന്നെ ജസ്റ്റ് നമ്മുടെ കാര്യം മാത്രം പറഞ്ഞു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഈ കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോവാം. വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി വെച്ചേക്കുക, മറക്കണ്ട. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അത് അലക്കാൻ വേണ്ടി തുണികളെല്ലാം വാഷിംഗ് മെഷീൻ്റെ വാഷ് ഡ്രമ്മിൽ ഇടുമ്പോൾ വാഷിംഗ് മെഷീന് 2 ഡ്രമ്മുകളാണല്ലോ, ഒന്ന് സ്പിൻ ഡ്രമ്മും ഒന്ന് വാഷ് ഡ്രമ്മും. അപ്പോൾ നമ്മുടെ വാഷ് ഡ്രമ്മിൽ എത്ര തുണി ഇട്ടു, ഏകദേശം ഇത്രത്തോളം തുണി ഇട്ടെന്ന് വെക്കുക. ഏകദേശം ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് കാണിച്ച ലെവൽ കണ്ടല്ലോ, ഇത്രത്തോളം തുണി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനേക്കാളും ഏകദേശം 2 ഇഞ്ച് മുകളിലോളം വെള്ളം പിടിക്കേണ്ടതാണ്. ചിലരൊക്കെ ഇതുപോലെ വെള്ളം പിടിക്കാതെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ താഴ്ഭാഗത്ത് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഗിയർ ബോക്സ് എന്ന അല്ലെങ്കിൽ ഗിയർ അസംബ്ലിങ് എന്നൊക്കെ വിളിക്കുന്ന ഇങ്ങനെ ഒരു പാർട്ട് താഴെയുണ്ട്. അപ്പോൾ ഈ പാർട്ട് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം മുകളിൽ നമ്മൾ വെള്ളം കുറവായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഗിയർ ബോക്സിന് കൂടുതൽ പ്രഷർ അനുഭവപ്പെടുകയും ഇങ്ങനെ പ്രഷർ കൂടി വന്നത് മൂലം ഗിയർ ബോക്സിന് പെട്ടെന്ന് ഗിയർ ബോക്സിൻ്റെ അകത്ത് ഒരുപാട് നമുക്കറിയാലോ, ഗിയർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പല്ലുകളുള്ള ചക്രമാണല്ലോ. അപ്പോൾ ഈ പല്ലുകളെല്ലാം തേഞ്ഞ് പോയിട്ട് പെട്ടെന്ന് തന്നെ കേടുപാട് സംഭവിക്കും. ഗിയർ ബോക്സ് മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിന് എത്രത്തോളം ചിലവ് വരുന്നു, അത്രത്തോളം നമ്മുടെ കയ്യിൽ നിന്നും കാശ് പോകുന്നതായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ ഇതുപോലെയെല്ലാം ഈ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ അലക്കി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ അകത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ ഗിയർ ബോക്സിന് ലീക്ക് വരുന്നതായിരിക്കും. അതും ഇതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ അലക്കുമ്പോൾ ഒരുപാട് വെയിറ്റ് ഗിയർ ബോക്സിന് വരികയും അതുമൂലം തന്നെ ഗിയർ ബോക്സിൻ്റെ അകത്തെല്ലാം വെള്ളം കയറിയിട്ടും ഈ ഗിയർ ബോക്സ് കേടുപാട് സംഭവിക്കാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇതിനോട് കൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മളിപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ പിടിക്കാനും പറഞ്ഞെന്ന് വെച്ചിട്ട് വാഷിംഗ് മെഷീൻ നിറയെ വെള്ളമൊന്നും പിടിച്ച് അലക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിൻ്റെ പകുതിയോളം തുണി ഇട്ടിട്ട് വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിൻ്റെ ഫുൾ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വെള്ളം പിടിച്ചിട്ട് അലക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം നിങ്ങൾ എത്ര തുണി ഇട്ടോ ആ തുണി വെള്ളത്തിനകത്ത് പൊങ്ങിക്കിടക്കണം, നല്ല രീതിയിൽ പൊങ്ങിക്കിടക്കണം. അപ്പോൾ പൊങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഇട്ട തുണിയേക്കാളും ഒരു ഇച്ചിരി 2 ഇഞ്ചോ 3 ഇഞ്ചോ മുകളിലോട്ട് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ആ തുണി പൊങ്ങിക്കിടക്കുന്നതായിരിക്കും. ആ കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലേ നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്തിനാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ഈ കാര്യം പറഞ്ഞിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രത്തോളം ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല. ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായതിനാലാണ് നമ്മൾ ഇത്രയും വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.